RIRSന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ RIRSന്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കിഡ്നി നമ്മുടെ പുറകുവശത്തിലായിട്ടാണ് ഇരിക്കുന്നത് ഏകദേശം. അപ്പോൾ നമ്മൾ പിന്നിലൂടെ ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതുവഴി കിഡ്നി അതിലൊരു പങ്ക്ചർ ഉണ്ടാക്കി കിഡ്നി തുറന്നു പോയിട്ടാണ് നമ്മൾ കല്ല് എടുക്കാറുള്ളത്. അതിന് PCNL എന്നാണ് ആ പ്രൊസീജിയർ പറയുന്നത്. ഈ പ്രൊസീജിയറിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇതൊരു മേജർ ശസ്ത്രക്രിയയാണ്. കാരണം കിഡ്നിയിൽ നമ്മളൊരു മുറിവുണ്ടാക്കിയാണ്. കിഡ്നിയിൽ വളരെയധികം രക്തം ഒഴുകുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ കിഡ്നിയിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 1-2 ആഴ്ച ആബ്സല്യൂട്ട് ആയിട്ടുള്ള റെസ്റ്റ്, ബെഡ് റെസ്റ്റ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം. അതുപോലെ തന്നെ ഇത് പുറകിലൂടെ നമ്മൾ ഒരു കുത്തിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേദന ഉണ്ടായിരിക്കും. ഒരു 1-2 ആഴ്ചയുടെ അടുത്ത് വേദന ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ റേറ്റ് ടെക്നോളജി, അതായത് RIRS എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മുറിവുണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ മൂത്രം ഒഴിക്കുന്ന നാളിയിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളൊരു മുറിവുണ്ടാക്കാത്തതുകൊണ്ട് രക്തസ്രാവത്തിന്റെ സാധ്യത കുറയുന്നു. 1-2 ദിവസത്തെ ലീവിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് 1-2 ദിവസത്തിൽ ഈ ശസ്ത്രക്രിയ ചെയ്തിട്ട് പിന്നെ 1-2 ദിവസം വേണമെന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. കിഡ്നി താഴത്തേക്ക് വരുന്ന ട്യൂബിലാണെങ്കിൽ ഇതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന സുഷിരത്തിൽ കൂടെ പോയിട്ട് തന്നെ നമ്മൾ RIRS എന്നല്ല അതിന് പറയാൻ, നമ്മൾ URS എന്നാണ് പറയുന്നത്. ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റിന് ചെറിയ വ്യത്യാസമുണ്ട്. അതും നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ട് പൊട്ടിക്കുന്നു. അപ്പോൾ അതിലും നമുക്ക് ഒരു മുറിവിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ബ്ലാഡർ ഹെൽത്തി ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ലേസർ ഉപയോഗിച്ചിട്ട് പൊടിക്കാവുന്നതാണ്.